ഹലോ എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഒരു വീഡിയോ ചെയ്യുവാനായിട്ട് സാധിച്ചത്. അതിനൊരു സോറി ചോദിക്കും. സോറിയല്ല, നിങ്ങളെ കുറേ ദിവസങ്ങളായിട്ട് കാണുവാൻ സാധിച്ചില്ലല്ലോ എന്നുള്ളൊരു വിഷമം, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ പലപ്പോഴും വിചാരിക്കും എല്ലാ വാതിലുകളും അടഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ ഇനി ഒരു വാതിലുമില്ല. ചില സമയത്ത് അങ്ങനെയാണ് ഫീൽ ചെയ്യുക. എന്നാൽ എല്ലാ കഥകളും ഒരുപക്ഷെ അടഞ്ഞിട്ടുണ്ടാവില്ല. കാണുമ്പോൾ നമുക്കത് ലോക്ക്ഡാന്ന് തോന്നും, പക്ഷേ ലോക്ക്ഡ് ആയിട്ടുണ്ടാവില്ല. ദേ മേ ബി വെയിറ്റിംഗ് ഫോർ അവർ നോക്ക്. നമ്മളതൊന്ന് മുട്ടുവാനായിട്ട് കാത്തിരിക്കുകയായിരിക്കും. ഏതെങ്കിലും ഒരു വാതിൽ തുറന്ന് കിടക്കുകയായിരിക്കും. നമുക്ക് കാണുമ്പോൾ വെളിയിൽ നിന്ന് നോക്കുമ്പോൾ അത് അടച്ച പോലെ കാണും, പക്ഷെ നമ്മൾ നോക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് തുറന്ന് കിട്ടുന്നു. അങ്ങനെയാണ് ജീവിതത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിക്കുന്ന സ്ഥാനത്തും ദൈവം പ്രവർത്തിക്കാനായിട്ട് മതിയായവനാണെന്നുള്ളതാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്. നമ്മളുടെ ജീവിതത്തിൽ അങ്ങനെ പല സംഭവങ്ങളും നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം അങ്ങനെ പ്രവർത്തിച്ചതായിട്ടും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ പിന്തിരിക്കുന്ന, അതായത് നമ്മളെ പിടിച്ച് പുറകോട്ട് വലിക്കുന്നതായ ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ, അതിന് അറ്റൻഷൻ കൊടുക്കാതെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഹോപ്പായിട്ട് നമ്മളുടെ പ്രത്യാശയോടു കൂടി നമുക്കൊരു കാര്യം, മുമ്പോട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ പ്രത്യാശ, ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ മേളിലേക്ക് നോക്കുവാനും നമ്മളുടെ ദൈവത്തിലേക്ക് നമ്മൾ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് മേലോട്ട് നോക്കി നമ്മൾ റെഡിയായിട്ട് റൈസപ്പ്, അതായത് ഉയർത്തെഴുന്നേൽക്കുന്ന പോലെയല്ല, നമ്മളെ ഉണർവുള്ളവരായിട്ട് ചാടി എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമ്മളെ പിന്തിരിപ്പിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ നമ്മളെ വഴി നടത്തുന്നതായ, നമുക്ക് പ്രത്യാശ തരുന്ന, ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാകുവാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണുവാൻ പഠിക്കണം. അങ്ങനെ നമ്മൾ നല്ലൊരു ജീവിതത്തിന് ഉടമയായി മാറുവാൻ സാധിക്കുന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബൈബിളിൽ നോക്കിക്കഴിഞ്ഞാൽ എസ്തർ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. പ്രത്യേകിച്ച് ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ എസ്തർ എന്നാണല്ലോ. അത് ഒരു പേർഷ്യൻ നെയിമാണ്. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ എന്നാണ്. അവളുടെ എസ്തർ രാജ്ഞിയുടെ ഹീബ്രു നെയിം വന്നിട്ട് ഹഡേഷ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ മെർട്ടൽ എന്ന് പറയും. മെർട്ടൽ അതായത് ഒരുതരം കുളുന്ത് പോലുള്ള ഒരുതരം സുഗന്ധച്ചെടിയാണ് അതിൻ്റെ മീനിങ്. ഒരു സുഗന്ധച്ചെടിയുടെ പേരാണത്, മെർട്ടൽ. അവളുടെ റിലേറ്റീവായിരുന്ന മൊർദെഖായിയെ കുറിച്ച് നമുക്കറിയാം. മൊർദെഖായി ഒരു ജൂ ആയിരുന്നു. ബെഞ്ചമിൻ ട്രൈബിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അവരൊക്കെയും നെബൂഖദ്നേസർ രാജാവിൻ്റെ കാലത്ത് ഇസ്രയേലിൽ നിന്നും അവർ ബാബിലോൺ പ്രവാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവരുടെ തലമുറയാണ്. അപ്പോൾ അവർക്ക് അവിടെ 70 സംവത്സരം അവരുടെ ജീവിച്ചിരുന്നതായിട്ട് നമുക്കറിയാം. അതിനുശേഷം അവർക്ക് തിരിച്ചു പോകാനായിട്ടുള്ള പെർമിഷൻ കിട്ടുന്നു. എങ്കിലും പല ആൾക്കാരും തിരിച്ചു പോയില്ല എന്നുള്ളതാണ്. തിരിച്ചു പോയവരുടെ ലിസ്റ്റ് ബൈബിളിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. അങ്ങനെ കോരേശ് എന്ന് പറയുന്ന രാജാവിൻ്റെ പെർമിഷനോടുകൂടി ദൈവം കോരേശിൻ്റെ മനസ്സിൽ കൂടെ അവർക്കൊരു വീണ്ടെടുപ്പും, അതുപോലെ തന്നെ അവർക്ക് ജെറുസലേമിൽ ഒരു ദേവാലയം പണിയുവാനും എല്ലാ സൗകര്യങ്ങളും കൂടി അവർക്ക് തിരിച്ചു പോകാനുള്ള പെർമിഷനും കൊടുത്തു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തെ നമ്മൾ നോക്കുമ്പോൾ 70 years കഴിയുമ്പോൾ അവർ തിരിച്ചു പോകുന്നു. അതുപോലെ തന്നെ ദാനിയേലിൻ്റെ പ്രവചനം വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും അവർക്കൊരു വീണ്ടെടുപ്പ്, അവർ തിരിച്ച് ജെറുസലേമിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് ഒരു വാതിലും ഇല്ല, ഒരു ഹോപ്പും ഇല്ല എന്ന് വിചാരിച്ച് അടിമവേലയിലായിരുന്ന, അടിമത്തത്തിൻ്റെ നഖത്തിൻ്റെ കീഴിൽ കഴിഞ്ഞിരുന്ന തലമുറകളായിട്ട് അവിടെ ജീവിച്ചിരുന്ന യഹൂദന്മാർക്ക് ഒരു വിടുതലുണ്ടാകുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് നമ്മൾ നോക്കുമ്പോൾ ഈ മൊർദെഖായി വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ രാജാവിൽ നിന്നും എസ്തറിൻ്റെ ജീനിയോളജിയോ അല്ലെങ്കിൽ അവൾ ആരാണെന്നുള്ളത് മറച്ചു വയ്ക്കുവാനാണ് ശ്രമിച്ചത്.
അദ്ദേഹത്തിൻ്റെ കസിനായിരുന്നു എസ്തർ. എന്നിരുന്നാൽ തന്നെയും അവളൊരു യഹൂദ സ്ത്രീയാണെന്നുള്ളത് രാജാവിൽ നിന്ന് മറച്ചു വെച്ചിരുന്നു. നമ്മൾ വചനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മൊർദെഖായിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ വാസ് വൺ ഹു വാസ് ക്യാരിഡ് അവേ ഇൻ ദ BC 597 deportation by Nebuchadnezzar with King ജെഹോയാച്ചിൻ എന്ന് പറയും മലയാളത്തിൽ. അപ്പോൾ BC 597 മൊർദെഖായിയുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ബാബിലോണിലേക്ക് പോയത്. ബാബിലോണിലെ പ്രവാസത്തിലും അവർ അവരുടെ ആരാധനയോ അവരുടെ ദൈവത്തെ വർഷിപ്പ് ചെയ്യുന്നതോ അവർ ഉപവാസം എടുക്കുന്നതോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തിയിരുന്നില്ല. അരാമിക് ഭാഷയാണ് അവർ പറഞ്ഞത്. ഒരു പക്ഷേ ബാബിലോണിലെ ഒരു പെർഷ്യൻ ഭാഷയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും അവരുടെ ഹീബ്രു അവരുടെ റൂട്ട് ഒരിക്കലും അവർ മറന്നില്ലെന്നുള്ളതാണ്. അതുപോലെ തന്നെ നോക്കുമ്പോൾ എസ്തർ അവളും ഒരു ബെന്യാമിൻ ഗോത്രക്കാരിയായിരുന്നു. മൊർദെഖായിയാണ് അവളെ വളർത്തിയത്. കാരണം അവളുടെ ചെറുപ്പത്തിൽ തന്നെ അവൾ വളരെ യങ്ങായിരിക്കുമ്പോൾ തന്നെ അവളുടെ പേരൻസ് മരിച്ചുപോയി. അപ്പോൾ അവളുടെ ഫാദറിൻ്റെ പേര് ഐഹായേൽ എന്നാണ്. അതായത് വേഴ്സസ് ചാപ്റ്റർ 2:15 ചാപ്റ്റർ 9:29 അത് പറയുന്നുണ്ട്. നമുക്ക് ആ സൂസയിലുണ്ടായിരുന്ന, അതായത് കിങ് സൈറസിൻ്റെ ഇപ്പോൾ പറയുകയാണ് ഷൂഷ് എന്ന് പറയുന്ന സ്ഥലം സൂസ സൗത്ത് വെസ്റ്റ് ഇറാനിലാണ് അത് വരുന്നത്. ലോവർ സാഗ്രോസ് മൗണ്ടൻസിനടുത്തായിട്ട് വരും. അന്ന് ഇതുപോലെ നമ്മൾ നോക്കുമ്പോൾ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ യുദ്ധവും കാര്യമൊക്കെ നോക്കുമ്പോൾ അവർ വളരെ പ്രാചീനമായിട്ടുള്ള സംസ്കാരമുള്ള ഒരു രാജ്യമാണ്. ഇന്നും അവിടെ യഹൂദന്മാർ ജീവിക്കുന്നുണ്ട്. യഹൂദന്മാർ അവരുടെ ഈവൻ ഗവൺമെൻറ്റിൽ പോലും മിനിസ്ട്രിയിലൊക്കെ അവരതിൽ മന്ത്രിമാരായിട്ടൊക്കെ ഉണ്ട്. ചെറിയ സംഘമാണെങ്കിൽ അവർക്ക് വേണ്ടതായ എല്ലാ ബെനിഫിറ്റും കിട്ടുന്ന ഒരു രാജ്യമാണ് ഇറാൻ. ആ ഇറാനാണ് പണ്ടത്തെ പെർഷ്യൻ കിങ് ഭരിച്ചിരുന്നതായ സ്ഥലം. ഞാനിവിടെ പറയാനായിട്ട് ആഗ്രഹിച്ചത്, അതായത് എസ്തറിൻ്റെ ജീവിതം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ എസ്തർ എത്രമാത്രം ഉയർത്തപ്പെട്ടുവെന്നും അവൾ വെറും ഒരു സാധാരണ സ്ത്രീയായിരുന്നു. ദൈവം അവൾക്ക് ഒരു രാജാവിൻ്റെ രാജ്ഞിയായിട്ട് ക്യൂനായിട്ടുള്ള പൊസിഷൻ വരെ എത്തിച്ചെന്നും ആ പൊസിഷനിലിരിക്കുമ്പോൾ തന്നെ അവൾ അവളുടെ ജനത്തിന് വേണ്ടിയിട്ട് ദൈവസന്നിധിയിലും രാജാവിൻ്റെ സന്നിധിയിലും അവൾ ആവശ്യമായിരിക്കുന്ന എല്ലാ അപ്പീലുകളും നൽകി അവളുടെ ജനത്തെ രക്ഷിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എല്ലാ വാതിലും അടഞ്ഞു എന്ന് ചിന്തിച്ചാൽ പോലും ആ വാതിലുകളിൽ ഏതോ ഒരു വാതിലിൽ മുട്ടിയപ്പോൾ അത് തുറക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. നമ്മൾ നെബൂഖദ്നേസറിനെ കുറിച്ചോ അല്ലെങ്കിൽ എസ്തറിനെ കുറിച്ചോ ആ കഥ പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ കഥ. എസ്തർ നല്ല പുസ്തകം വായിച്ചാൽ എല്ലാം അറിയാൻ പറ്റും. അതുപോലെ തന്നെ മൊർദെഖായിയുടെ ഉയർത്തൽ, പടിവാതിക്കലിരുന്നുകൊണ്ട് മൊർദെഖായി എന്നും രാജാവിൻ്റെ കൊട്ടാരത്തിൻ്റെ പടിവാതിക്കലിരുന്നിരുന്ന വ്യക്തി പിന്നീട് ഏറ്റവും രാജ്യത്തിൽ തന്നെ രണ്ടാമനായി ഉയർത്തപ്പെടുകയും അവർ പറയുന്നത് തന്നെ അവിടെ റൂളായി വരുന്ന രീതിയിൽ അത്രമാത്രം രാജ്യം മാറ്റി ലോകമെമ്പാടുമുള്ള അവരുടെ പെർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ എല്ലാ പ്രോവിൻസിലും ഉള്ള യഹൂദന്മാർക്കും അത് ഗുണകരമായി തീർന്നുവെന്ന് നമുക്കറിയാം. എത്രമാത്രം നമ്മൾ കഷ്ടത്തിലാണെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് ഇനി മുമ്പോട്ടൊരു വഴിയില്ല എന്ന് ചിന്തിക്കുന്ന സമയത്തും ദൈവം നമുക്കായിട്ട് കരുതിയത് എന്താണെന്ന് നമുക്കറിയില്ല. എന്നാൽ അവനിൽ അടിയുറച്ച് വിശ്വസിച്ച് നമ്മളുടെ ആ പ്രത്യാശ അവനിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്താൽ സകലവും സാധ്യമെന്ന് വിശ്വസിച്ച് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് കഷ്ടത്തിലായിരുന്നാലും ഏത് പ്രശ്നത്തിലായിരുന്നാലും
എവിടെയായിരുന്നാലും അവൻ വിടുവിപ്പാൻ മതിയായവനാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ മെസ്സേജിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന എന്താണ്? എല്ലാ വാതിലുകളും അടഞ്ഞു എന്നുള്ളിടത്തും ദൈവത്തിന് പ്രവർത്തിക്കാൻ സാധിക്കും. ജയിലിലായിരുന്നാലും നമുക്കറിയാം, പൗലോസിനെയും ശിലാസിനെയും ദൈവം ചങ്ങലകളിൽ നിന്ന് വിടുവിച്ച് അവിടെ നിന്ന് വെളിയിൽ കൊണ്ടുവന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ പത്രോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ കാരാഗൃഹത്തിൽ കടന്നു ചെന്ന് പൗലോസ് അപ്പോസ്തലനെ വെളിയിൽ പത്രോസ് അപ്പോസ്തലനെ വെളിയിൽ കൂട്ടിക്കൊണ്ട് വന്ന് അവിടെ നിന്ന് മാറ്റുന്നതായിട്ടൊക്കെ നമുക്കറിയാം. അനേകം അതിശയങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച് നമ്മുടെ ദൈവത്താൽ കഴിയാത്ത ഒരു വിഷയവുമില്ല എന്നുള്ളതാണ്. നമ്മളുടെ വിശ്വാസവും അതിനോടൊപ്പം നമ്മുടെ പ്രത്യാശയാണ് ഇതിനൊക്കെയും അടിസ്ഥാനം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട്, അവനിലുള്ള പ്രത്യാശയിൽ, അവനിലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. എല്ലാവർക്കും ദൈവം അതിനിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ടു യു. ബൈ.